പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പുസ്തകം പരിചയപ്പെടുത്തിൽ നിന്നുള്ള ഈ ഒരു പുതിയ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അറിവ് ആനന്ദമാണ്. അറിവിലേക്കുള്ളൊരു വാതായനമാണ് പുസ്തകം. നമ്മുടെ ജീവിതകാലത്ത് വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ നമ്മൾ വായിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുള്ളൂ. ഇന്ന് നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഡോക്ടർ എം കുഞ്ഞാമൻ എഴുതിയ എതിര് എന്ന പുസ്തകമാണ്. ഡോക്ടർ കുഞ്ഞാമൻ പാലക്കാട് ജില്ലയിലെ വാടാനക്കുറിശ്ശിയിൽ ജനിച്ച് 1949 ജനിച്ച് 2023 ഡിസംബറിൽ ദിവംഗതനായ വ്യക്തിയാണ്. ദളിത് സമുദായത്തിൽ നിന്ന് തൻ്റെ കഠിന പരിശ്രമവും ദക്ഷിണാശൈലിയും കൊണ്ട് സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും വേർതിരിവുകൾക്കും എതിരായി കഠിനമായി പൊരുതി നിന്ന് ജീവിതം വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. ചെറുപ്പകാലം അദ്ദേഹം വാടാനക്കുറിശ്ശിയിലുള്ള സ്കൂളുകളിലും അതിനുശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് MA പാസ്സായി. പ്രസിഡൻ്റായിരുന്ന KR നാരായണന് ശേഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടുകൂടി ആദ്യമായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്ന ഒരു ദളിതൻ എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും സമരമായിരുന്നു. 3-ാം വയസ്സുള്ളപ്പോഴത്തേക്ക് അദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണക്ക് മാഷ് അദ്ദേഹത്തിന് പറഞ്ഞു, പാണൻ ഓടി വന്ന് കണക്ക് ചെയ്യൂ. അദ്ദേഹം മാഷോട് പറഞ്ഞു, എൻ്റെ ജാതിപ്പേര് വിളിക്കരുത്, എൻ്റെ പേര് വിളിക്കൂ. മുഖത്ത് ഒരു അടിയാണ് അധ്യാപകനിൽ നിന്ന് കുഞ്ഞാമന് കിട്ടിയത്. ഒരുപക്ഷെ കുഞ്ഞാമന് അന്ന് കിട്ടിയ അടിയായിരിക്കാം 70 വയസ്സ് വരെയുള്ള 7 പതിറ്റാണ്ട് കാലം സമൂഹത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വിദ്വേഷം, അസമത്വങ്ങൾക്കും അനീതികൾക്കുമെതിരെ പോരാടാനായിട്ട് അദ്ദേഹത്തിന് പ്രേരണ നൽകിയത്. അദ്ദേഹം അതിനുശേഷം കുറച്ച് നാൾ ജോലിയൊന്നുമില്ലാതെ ഒരു ട്യൂഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയും ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന സമയത്തിൽ അദ്ദേഹം തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെല്ലാം കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രത്ത് ഗവേഷണത്തിന് ചേരുകയും അവിടെ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പ്രൊഫസറായിട്ടൊക്കെ ജോലി ചെയ്തു. തൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സാമ്പത്തികമായ ഉന്നമനം ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലെ സ്ഥാനത്തിലും വളരെ വേണ്ടപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സാധാരണക്കാരന് വെറും വിജ്ഞാനം കൊണ്ട് മാത്രം പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും വിജ്ഞാനം അവനൊരു ഭാരമായി പോകുമെന്നും അദ്ദേഹത്തിന് ശങ്കയുണ്ടായിരുന്നു. ഡോക്ടർ KM രാജുമായി അദ്ദേഹം MPhilൻ്റെ തീസിസ് തയ്യാറാക്കുന്ന സമയത്ത് ഡോക്ടർ KM രാജും ഗുലാത്തിയെ പോലുള്ള ആൾക്കാരും അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് കണ്ടിട്ടാണ് നിങ്ങളിവിടെ MPhilന് വന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരിക്കലും പ്രത്യേക തീസീസുകളൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. എനിക്ക് ഒരു പേജിൽ കുറഞ്ഞ ഒരു മാറ്റർ തയ്യാറാക്കാനുള്ളൂ. എന്നെപ്പോലെയുള്ള ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷത്തിന് ശേഷവും യാതൊരു വിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. അവരുടെ സ്ഥിതി അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ തീസീസ് എടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ശേഷം അദ്ദേഹം PhD എടുക്കുന്നത് ക്യുസാറ്റിൽ നിന്നാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് പൊരുതേണ്ടി വന്നിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹത്തിന് ലെക്ചറായിട്ട് ജോലി കിട്ടിയ സമയത്ത് അഴീക്കോട് മാഷുമായിട്ടും അദ്ദേഹം എഴുത്തിലൂടെ പൊരുതിയതായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം റാങ്കിൽ 1ാമതാകുകയും പക്ഷേ അദ്ദേഹത്തിന് ലെക്ചർഷിപ്പ് നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അഴീക്കോടിന് എഴുതുകയും അഴീക്കോട് അത് സാരമില്ല, ഇനിയുള്ള അവസരങ്ങളിൽ അങ്ങനെ തെറ്റുപറ്റാതിരിക്കാൻ നോക്കാം എന്നൊക്കെയുള്ള മറുപടി അദ്ദേഹത്തിന് കൊടുത്തതായിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിതം അദ്ദേഹത്തിന് എന്നും ഒരു പ്രഹേളിയായിരുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിനകത്ത് നിന്ന് മനസ്സിലാക്കാം. ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറയുന്നത് വളരെ ശക്തമാണ്. അദ്ദേഹം പറയുന്നു, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേക കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരിൽ നിന്ന് അവരുടെ സംവേദനങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഒരാളവിടെ വരുന്നില്ല. അവിടെ വരുന്നത് പാർട്ടികൾ നൽകുന്ന സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹം ചോദിക്കുന്ന 2 പാർട്ടികൾ, ഈ പാർട്ടികൾ തരുന്ന സ്ഥാനാർത്ഥികൾ സ്വഭാവശുദ്ധിയില്ലാത്തവരും അഴിമതിക്കാരുമാണെങ്കിൽ 2 പേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത മാത്രമേ ഇലക്ട്രേറ്റിനുള്ളൂ. അപ്പോൾ എവിടെയാണ് അവരുടെ ആശയങ്ങളും അഭിനിവേശങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുക? കാരണം കള്ളന്മാരിൽ ഏറ്റവും നല്ല കള്ളൻ ആരാണെന്നുള്ള ചോദ്യം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ.
അതുമാതിരി അദ്ദേഹം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഭിക്ഷയല്ല, അത് ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളാണ്. ചില പ്രത്യേകമായ ചിന്താശകലങ്ങൾ ഈ പുസ്തകത്തിലുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് സമ്മതിക്കാം. അദ്ദേഹം പറയുന്നത് വിശക്കുന്ന ഒരു വ്യക്തിക്ക് തലച്ചോറല്ല പ്രധാനം, അത് അവരുടെ വയറാണ് പ്രധാനം എന്ന് പറയുന്നു. സമൂഹം എനിക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു ദാരിദ്ര്യം, ഭയം, അപകർഷതാബോധം, ആത്മവിശ്വാസമില്ലായ്മ, ധൈര്യമില്ലായ്മ. അദ്ദേഹം പറയുന്നു ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസം കിട്ടി സമ്പത്തുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയും പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഭയവും അപമാനബോധവും ആത്മവിശ്വാസക്കുറവും ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെക്കുറിച്ച് കേട്ടപ്പോഴും നമ്മൾക്ക് കുറേയധികം സങ്കടങ്ങളുണ്ടായി. കാരണം മരണവും കുറേ അഭ്യൂഹങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം പറയുന്നു ആരാധകരിൽ നിന്നും സ്നേഹിക്കുന്നവരിൽ നിന്നും നാം ഒരു പാഠം പഠിക്കുന്നില്ല, നമ്മളെ വിമർശിക്കുന്നവരിൽ നിന്നും കുറ്റപ്പെടുത്തുന്നവരിൽ നിന്നും മാത്രമേ നമ്മൾ പാഠം പഠിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ ദളിതന് പരിണാമത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഭരണഘടന നിലവിൽ വന്നതോടെ ദളിതൻ ഒരു മനുഷ്യജീവിയായി. BSP എന്നൊരു പാർട്ടി വന്നതോടെ ദളിതൻ ഒരു രാഷ്ട്രീയ ജീവിയായി. നവ ലിബറലിസം വന്നതോടുകൂടി ദളിതൻ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചു. അദ്ദേഹം പറയുന്നു നവ ലിബറലിസം 1990 ശേഷം വന്ന ഗ്ലോബലൈസേഷൻ ശരിക്കും പറഞ്ഞാൽ ദളിതന് ഉപകാരപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു വസ്തു അതിൻ്റെ മൂല്യത്തിനാണ് വില കൽപ്പിക്കുന്നത്. പണ്ട് ജാതി വ്യവസ്ഥയിൽ ഒരു വസ്തു ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മുറമുണ്ടാക്കിയത് ആര്, അല്ലെങ്കിൽ ഒരു വാക്കത്തി, ഒരു വെട്ടുകത്തി ഉണ്ടാക്കിയത് ആര് എന്ന് ചോദിക്കുമ്പോഴേക്ക് അതിനകത്ത് അല്ലെങ്കിൽ മുടി വെട്ടുന്നത് ആര് എന്ന് പറയുമ്പോൾ അത് ജാതിയിലേക്ക് തിരിയുമായിരുന്നു. പക്ഷേ നവ ലിബറലിസം വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ പ്രൊഡക്റ്റ്, ഓപ്പൺ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് വരികയും ആ പ്രൊഡക്റ്റിൻ്റെ മൂല്യത്തിനാണ് വില കൽപ്പിക്കുന്നത്, അത് ഉണ്ടാക്കിയ ആൾക്കല്ല പ്രാതിനിധ്യം കിട്ടുന്നത്. പിന്നെ പറയാനുള്ളത് ഈ പുസ്തകം എഴുതിയിരിക്കുന്ന തീർത്തും ഒരു ആത്മകഥാപരമായിട്ടല്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടി കണ്ണൻ അദ്ദേഹത്തിനോടൊപ്പം നടത്തിയ യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ മൊഴിമുത്തുകളും അദ്ദേഹത്തിൻ്റെ ജീവിത സമരങ്ങളെക്കുറിച്ചുള്ള കഥകളും കണ്ണനോട് പറയുകയും അത് പല ഘട്ടങ്ങളായി എഴുതുകയും അതൊരു പുസ്തക രൂപേണ ഇദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുകയുമാണ് ചെയ്തത്. 1921 ഏറ്റവും നല്ല ആത്മകഥയ്ക്കുള്ള അവാർഡ് കേരള സാഹിത്യ അക്കാദമി ഈ പുസ്തകത്തിന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്നും വിഘടിച്ച് നിൽക്കുന്ന, എന്നും തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും തൻ്റെ നീതിക്കും നിലപാടുകൾക്കും വേണ്ടി നിൽക്കുന്ന കുഞ്ഞാമൻ ഈ അവാർഡ് നിരസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ മാറ്റപ്പെട്ടുവെങ്കിലും എല്ലാ ജാതി വ്യവസ്ഥകൾക്കും എതിരായിട്ട് നിന്ന ആൾക്കാർക്ക് പോലും അവരുടെ പേരിനോട് ചേർത്തുള്ള നായനാർ, നമ്പൂതിരിപ്പാട്, ഭട്ടതിരിപ്പാട്, നായർ എന്ന് പറയുന്ന ഈ പേരുകളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കേണ്ടത് അവർക്കൊരാവശ്യമായിട്ട് വന്നു. അതൊന്നും ആരും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് ജാതീയമായിട്ടുള്ള പേരുകൾ എന്നും അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോൾ പാണൻ അല്ലെങ്കിൽ മുക്കുവൻ അങ്ങനെ പല രീതിയിലുള്ള ഒരു ചേരിതിരിവ് വ്യക്തിയെയല്ല, അവൻ്റെ ജാതി അല്ലെങ്കിൽ അവൻ്റെ വർഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഇന്ത്യയിൽ ജാതീയത കുറഞ്ഞു, പക്ഷേ ജാതി ഒരു വേർതിരിവായി ഇന്നും തുടരുന്നു എന്നുള്ള ഒരഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വേറൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ അടിത്തറ മനുഷ്യൻ്റെ പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ ഉണ്ടാവാതെ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനതൊരു ഭാരമായി പോകുമെന്ന് ഈ പുസ്തകം പറയുന്നു. ഇന്ത്യയിൽ ജാതിയും മതവും രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശന സ്പ്രിംഗ് ബോർഡുകളായി. ജാതി മതങ്ങളിലുള്ളവർക്ക് അധികാരം കിട്ടി. ഇതിലൂടെ മതേതരത്വം ഉണ്ടായില്ല. അതവർക്കുണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ വ്യക്തിവൽക്കരണം നടക്കണം. വ്യക്തിക്ക് താല്പര്യമുണ്ട്, അതോടൊപ്പം കഴിവുമുണ്ട്. താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും കഴിവ് വികസിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴുമാണ് വ്യക്തിവൽക്കരണം നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ആത്മകഥയോ ജീവചരിത്രവുമല്ല, ചിന്തയുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാകണം ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തേണ്ടതെന്ന് കുഞ്ഞാമന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസവും അറിവ് കിട്ടിയതിന് ശേഷം തൻ്റെ വിജ്ഞാനം സമൂഹത്തിന് ഉപകാരപ്പെടുത്തുവാൻ, വരും തലമുറയ്ക്കും ഉപകാരപ്പെടുത്തക്ക രീതിയിൽ തൻ്റെ അറിവും തൻ്റെ ജീവിതവും തൻ്റെ സമരവും ഉപകാരപ്പെടട്ടെ, അങ്ങനെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ ആത്മകഥ രചിക്കുവാനായിട്ട് കണ്ണന് അനുമതി കൊടുത്തത്. അപ്പോൾ ഇത്തരമൊരു പുസ്തകം വായിക്കുന്നതിലൂടെ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവരും
സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരും സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്നവർക്കും ഒരു ഉത്തേജനമാകാൻ കഴിയും ഈ കുഞ്ഞാമൻ്റെ എതിര് എന്നുള്ള പുസ്തകം. അങ്ങനെ ആയിത്തീരും, നല്ലൊരു വായന സമ്മാനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്കെല്ലാവർക്കും അടുത്തൊരു പുസ്തകം പരിചയപ്പെടുത്തുന്നവരെ നന്ദി, നമസ്കാരം.